ഇന്ന് കാഞ്ചീപുരം ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നല്ല ഫ്ലേവർഫുള്ളായിട്ട് ശകലം വ്യത്യസ്ത രീതിയിലാണ് ഈ ഇഡ്ഡലി തയ്യാറാക്കുന്നത്. ചെറിയ കിണ്ണങ്ങളിലോ അല്ല ഗ്ലാസ്സിലൊക്കെയാണ് സാധാരണ കാഞ്ചീപുരം ഇഡ്ഡലി തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 ഗ്ലാസ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്, കൂടെ 1 ഗ്ലാസ് പച്ചരി, പിന്നെ 3/4 ഗ്ലാസ് ഉഴുന്ന്, 3 കൂടെ നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകി ഉമുഴാനായിട്ട് ഒരു 2 മുതൽ 4 മണിക്കൂർ വരെ വയ്ക്കുക. കൂടെ 1 ടീസ്പൂൺ ഉലുവ പ്രത്യേകമായിട്ടാണ് കുതിർക്കാനായിട്ട് വെച്ചത്. 4 മണിക്കൂറിന് ശേഷം അരിയും ഉഴുന്നും ഉള്ളത് ഒന്നും കൂടെ നന്നായിട്ട് കഴുകി മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം. ഒന്നും കൂടെ കഴുകുന്നത് കൊണ്ടാണ് ഉലുവ ഞാൻ പ്രത്യേകമായിട്ടൊന്ന് കുതിർത്ത് വെച്ചത്. അതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന ഉലുവയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇഡ്ഡലി മാവിൻ്റെ പദത്തിൽ കുറച്ച് കട്ടിക്ക് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട, ശകലം തരിതരിപ്പോടെ തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്ത് മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ള മാവ് ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. മിക്സി ശകലം വെള്ളം ഒഴിച്ച് കഴുകി മാവിൽ ആവശ്യത്തിനുള്ള സ്വാദിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ കലക്കുക. എപ്പോഴും ഇഡ്ഡലി മാവ് നമ്മൾ പുളിപ്പിക്കാനായിട്ട് വയ്ക്കുമ്പോൾ കൈകൊണ്ട് കലക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് പുളിച്ച് കിട്ടാനായിട്ട് കയ്യിൽ ആ ചൂടും കൂടെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഇത് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അത് നമ്മുടെ ചൂട് എത്രയാണോ അതനുസരിച്ച് സമയമാവും. ഇതിവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഒരു 5 മണിക്കൂറിൽ മാവ് നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിക്കിരിക്കുകയാണെങ്കിൽ ശകലം വെള്ളം ഒഴിച്ച് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ഇഡ്ഡലി മാവിൻ്റെ പദത്തിൽ നേർപ്പിച്ചെടുക്കുക. ഇപ്പം ഇന്ന് എത്രയാണോ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ആ മാവിന് മാത്രമുള്ള താളിപ്പ് തയ്യാറാക്കുക. ബാക്കിയുള്ള മാവ് മാറ്റി വയ്ക്കുക. എല്ലാത്തിലും കൂടെ താളിപ്പ് ചേർക്കുകയാണെങ്കിൽ മാവ് നമുക്ക് അകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. താളിപ്പിനായിട്ട് നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യിൽ കടുക്, ജീരകം, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കരിവേപ്പില, ചതച്ച കുരുമുളക്, ചുക്കുപൊടി, കായപ്പൊടി, ഇത്രയുമാണ് താളിപ്പിന് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എത്രയാണോ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ആ മാവിലേക്കാണ് ഈ താളിപ്പ് ഒഴിച്ചിരിക്കുന്നത്. ശകലം മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. താളിപ്പഞ്ചും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. മാവ് തയ്യാറാക്കിയതിന് ശേഷം ഇഡ്ഡലി ഒഴിക്കാനായിട്ടുള്ള ചെറിയ കിണ്ണങ്ങളോ ഗ്ലാസ്സുകളോ എടുക്കുക. അതിലും നെയ്യാണ് തടവിയിരിക്കുന്നത്. അതിലേക്കൊരു 3/4 കപ്പോളം നമുക്ക് മാവ് നിറയ്ക്കാം. ഗ്ലാസ്സിലാണെങ്കിലും 3/4 ഭാഗത്തിൻ്റെ മുകളിൽ മാവ് നിറച്ചാൽ മതി. വെന്ത് വരുമ്പോൾ അതൊന്നും കൂടെ പൊങ്ങി കിട്ടും. അല്ല സാധാരണ ഇഡ്ഡലി പ്ലേറ്റിൽ തന്നെ തയ്യാറാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അതിലും ഇത് തന്നെ തയ്യാറാക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റിൽ എല്ലാം നിരത്തി വെച്ച് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കുക. ആവി പുറത്തേക്ക് നന്നായിട്ട് വരുന്നത് വരെ വലിയ തീയിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവുന്നതിടം വരെ നന്നായിട്ട് ആവി കയറ്റി എടുക്കുക. അതായിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയതാണ്. ഉൾഭാഗം ശകലം കൂടെ വേവാനുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ ആവി കയറ്റി എടുത്തപ്പം അതുപോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ അരികൊന്ന് ഒരു സ്പൂണ് കൊണ്ടോ എങ്ങാനും വിടുവിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ബൗളിൽ നിന്നും ഇഡ്ഡലി ഇളക്കി മാറ്റാനായിട്ട് പറ്റും. സാധാരണ ഇഡ്ഡലിയുടെ കൂട്ടിൽ നിന്നും ശകലം വ്യത്യസ്തമായി ശകലം എരിവും താളിപ്പുമൊക്കെ ചേർത്ത് വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കുന്ന ഈ കാഞ്ചീപുരം ഇഡ്ഡലി ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. സാധാരണ ഇഡ്ഡലി കുറച്ച് ലൈറ്റാണ്, ഇത് കുറച്ച് ഹെവിയുമാണ്. ഇത് നമുക്ക്
ദോശപ്പൊടിയുടെ കൂടെ വിളമ്പാം, ഇല്ലെങ്കിൽ സാമ്പാറോ ചട്നിയുടെ കൂടെയും വിളമ്പാവുന്നതാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഗ്ലാസ്സിൽ നിന്നും അല്ല ബൗളിൽ നിന്നും നമുക്ക് ഇത് ഇളക്കി മാറ്റാവുന്നതാണ്. ഇതിൻ്റെ ടെക്സ്ചർ കാണിക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും. താളിപ്പുകളൊക്കെ കൂടെ ചേർത്ത് നല്ല മൃദുവായിട്ടുള്ള കാഞ്ചീപുരം ഇഡ്ഡലി ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.